ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായൊരു അനാർ പുഡിംഗ് ആണ്. ഇത് 3 ലെയറിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ആദ്യം നമുക്ക് വേണ്ടിയത് അനാറാണ്. പിന്നെ 1/2 ടേബിൾ സ്പൂണ് ജെലാറ്റിന്. ഞാൻ എന്ത് ചെയ്തു, ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ജെലാറ്റിന് നന്നായി മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ചൂടുവെള്ളമാണ്. നമുക്ക് ജെലാറ്റിന് വേണമെങ്കിൽ മൈക്രോവേവിൽ ചൂടാക്കണമെങ്കിൽ ഒരു 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ വേഗം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വാം വാട്ടറിൽ തന്നെ വേണം കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജെലാറ്റിൻ്റെ മിക്സർ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു പുഡിംഗ് ഗ്ലാസ് എടുത്തിട്ട് ആദ്യം നമുക്കതിലോട്ട് അനാറിടാം. അനാർ ഒരു അത്യാവശ്യത്തിന് കുറച്ച് കൂടുതലിട്ടോ, കടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്കിതിലോട്ട് ജെലാറ്റിൻ്റെ മിക്സറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണിന് ജെലാറ്റിൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റോളം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയത് 1/2 ടേബിൾ സ്പൂണ് ജെലാറ്റിന്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഷുഗർ. അപ്പം നമുക്ക് ആദ്യം ഒരു ജാർ എടുത്തിട്ട് അതിലോട്ട് 1 കപ്പ് അനാറിടാം. ഈ 1 കപ്പ് അനാറാണെങ്കിൽ 1 കപ്പ് വെള്ളം കൂടി ഞാനിതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി ബ്ലെൻഡ് ചെയ്യാനെടുക്കാം. അങ്ങനെ നമ്മളെ അനാർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ നേരത്തെ വെച്ച 1 കപ്പ് ജെലാറ്റിൻ്റെ മിക്സ്ചറും ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൽ 1/4 കപ്പ് പഞ്ചസാര. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മെല്ലെ നമ്മൾ സെക്കൻഡ് ലെയർ ഒഴിക്കാം. അങ്ങനെ ഇതും നമുക്കൊരു 15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് തേർഡ് ലെയർ ഉണ്ടാക്കാം. തേർഡ് ലെയർ ഒരു ക്രീമാണ്. അതിന് വേണ്ടിയത് 1/4 കപ്പ് കോൺഫ്ലോറും അതേപോലെ 1/4 കപ്പ് പഞ്ചസാരയും. ഇത് രണ്ടും കൂടി എടുത്തിട്ടൊരു പാനിൽ കുറച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നല്ല ലോ ഫ്ലെയിമിലായിരിക്കണേ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഞാൻ 1 കപ്പ് പാലും അതേപോലെ 1 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാനിത് മിക്സ് ചെയ്യണത്. അപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവണ വരെ നമുക്കിതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇതിലോട്ട് നമുക്ക് വാനില എസൻസും കൂടി ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ സെക്കൻഡ് ലെയർ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് തേർഡ് ലെയറും കൂടിയും ഒഴിക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും 15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ നമ്മുടെ അനാർ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.